ലോകം ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമുണ്ട്. പശ്ചിമേഷ്യയിൽ നിന്ന് ഇറാൻ എന്ന ശക്തി ഇല്ലാതായാൽ പിന്നീട് എന്ത് സംഭവിക്കും? ഇന്ന് അമേരിക്ക പോലും ഭയക്കുന്ന സൈനിക ശേഷിയുള്ള ഇസ്രയേലിൻ്റെ ഉറക്കം കെടുത്തുന്ന ഇറാൻ്റെ പതനം ഒരുപക്ഷെ അറബ് ലോകത്തിൻ്റെ തന്നെ അന്ത്യത്തിൻ്റെ തുടക്കമാകുമോ? നയതന്ത്രജ്ഞരും രാഷ്ട്രീയ നിരീക്ഷകരും ഭയപ്പെടുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇറാൻ വെറുമൊരു രാജ്യമല്ല, അത് പശ്ചിമേഷ്യയിലെ ശക്തികളുടെ ബാലൻസ് നിലനിർത്തുന്ന ഒരു മതിൽ കൂടിയാണ്. നിലവിൽ അമേരിക്കയും സഖ്യകക്ഷികളും ഇറാനെ സാമ്പത്തികമായും സൈനികമായും തളർത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കുമ്പോഴും ഇറാൻ പതറാതെ നിൽക്കുന്നത് അവരുടെ സൈനിക കരുത്ത് ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നാൽ അമേരിക്കൻ ഭരണകൂടം അറബ് രാഷ്ട്രങ്ങളെ തൃപ്തിപ്പെടുത്താൻ എന്നോണം കോടിക്കണക്കിന് ഡോളറിൻ്റെ ആയുധങ്ങളും വിമാനങ്ങളും അവിടെ എത്തിക്കുന്നു. പക്ഷേ ഇതിനിടയിലും ഇറാൻ ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നവർ കാണാതെ പോകുന്ന ഒരു അപകടമുണ്ട്. ആ അപകടം ഇറാൻ്റെ തകർച്ചയ്ക്ക് ശേഷം അറബ് രാഷ്ട്രങ്ങൾ നേരിടാൻ പോകുന്ന ഭീഷണിയാണ്. ഇറാൻ ഇല്ലാതായാൽ അറബികൾക്ക് മുമ്പിൽ പിന്നീട് ഒരു ചോയ്സ് അവശേഷിക്കില്ല. ഇന്ന് പശ്ചിമേഷ്യയിൽ ഇറാൻ്റെ സൈനിക ശേഷി തകർന്നാൽ അവിടെ ബാക്കിയുണ്ടാകുന്നത് എന്താണ്? ആധുനികമായ ഒട്ടേറെ ചില്ലുകൊട്ടാരങ്ങൾ, എന്നാൽ സ്വന്തമായി ഒരു യുദ്ധം നയിക്കാൻ ശേഷിയില്ലാത്ത അറബ് രാഷ്ട്രങ്ങൾ ഒരു വശത്ത്, മറുഭാഗത്ത് സർവായുധ വിഭൂഷിതമായ ഇസ്രയേലും. ഇന്ന് ഇറാൻ ഉള്ളതുകൊണ്ടാണ് ഇസ്രയേൽ തങ്ങളുടെ സൈനിക നീക്കങ്ങളിൽ ഒരു പരിധിവരെ നിയന്ത്രണം പാലിക്കുന്നത്. ഇറാൻ എന്ന ഭീഷണി ഇല്ലാതായാൽ ഇസ്രയേലിൻ്റെ അടുത്ത ലക്ഷ്യം ആരായിരിക്കും? അത് തീർച്ചയായും ഈ ചില്ലു കൊട്ടാരങ്ങൾ പണിതുയർത്തിയ അയൽ രാജ്യങ്ങൾ തന്നെയായിരിക്കും. ഇസ്രയേൽ എന്ന രാഷ്ട്രം വികസിപ്പിക്കാൻ അവർക്ക് വലിയ സ്കെച്ചും കൃത്യമായ പദ്ധതികളുമുണ്ട്. ഈ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള അവരുടെ പാതയിൽ ഇന്ന് തടസ്സമായി നിൽക്കുന്നത് ഇറാനും അവരുടെ സഖ്യകക്ഷികളുമാണ്. ഇറാൻ ദുർബലമായാൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ ഇസ്രയേലിന് പിന്നെ ഒട്ടും കാത്തു നിൽക്കേണ്ടി വരില്ല. അറബ് രാഷ്ട്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ഭീഷണി ഉയർത്തുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ആരുണ്ടാകും? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, അമേരിക്കൻ സൈനിക ബേസുകൾ അറബി മണ്ണിലുണ്ടല്ലോ എന്ന്. എന്നാൽ ഇസ്രയേൽ ഒരു അറബ് രാഷ്ട്രത്തെ ആക്രമിച്ചാൽ അവരെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെ വിമാനങ്ങൾ ആ ബേസുകളിൽ നിന്ന് പറന്നുയരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അന്ന് അറബ് രാജ്യങ്ങളുടെ അവസ്ഥ ദയനീയമായിരിക്കും. പിന്നെ അവരുടെ മുമ്പിലുള്ള ഏക വഴി ഇപ്പോൾ അമേരിക്കക്ക് നൽകുന്നതിനേക്കാൾ വലിയ സമ്മാനങ്ങളും പണവും ഇസ്രയേലിന് നൽകി അവരെ തൃപ്തിപ്പെടുത്തുക എന്നത് മാത്രമായിരിക്കും. ഞങ്ങളെ ഉപദ്രവിക്കരുത്, പകരം നിങ്ങൾ ചോദിക്കുന്ന എന്തു വേണമെങ്കിലും തരാം എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് അറബ് ലോകം തള്ളപ്പെടും. ചുരുക്കത്തിൽ ഇറാൻ എന്നത് ഒരു രാജ്യം മാത്രമല്ല, അത് ഇസ്രയേൽ എന്ന ശക്തിക്ക് എതിരെയുള്ള ബാലൻസിങ് ഫാക്ടർ കൂടിയാണ്. ആ മതിൽ തകർന്നാൽ പതറുന്നത് പശ്ചിമേഷ്യയിലെ രാജകീയ ഭരണകൂടങ്ങളായിരിക്കും. അങ്ങനെ ഗതിയില്ലാതെ അറബ് രാജ്യങ്ങൾ നെട്ടോട്ടം ഓടുമ്പോൾ ഇനിയൊരു രക്ഷകനില്ല എന്ന കാര്യം അവർ മനസ്സിലാക്കുമ്പോൾ ആ വേളയിൽ മഹാനായ ഇമാം മഹദി കടന്നുവരും.